സർ, ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം ഇന്ത്യയാണ് ഇതിനെല്ലാം ആസൂത്രണം നൽകിയത് എന്ന് ആർക്കും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ. നിരന്തരം ഒരു ക്ലീശെ വാർത്തയാണ്. പാകിസ്ഥാനിൽ നിന്ന് ആ പട്ടാളക്കാർ പൊട്ടിത്തെറിക്കുന്നു, ചാവേർ ആക്രമണം പട്ടാളക്കാർക്കിടയിൽ നടക്കുന്നു എന്നൊക്കെയുള്ളത്. പാകിസ്ഥാന് അവരുടെ സേനയെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് 25ഓളം പട്ടാളക്കാർ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിയിൽ അത്രയേറെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഇത്തരം അക്രമങ്ങൾ നടക്കുന്നതിൽ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ പങ്ക് എന്താണ്? ഇന്ത്യ തന്നെയാണോ സാർ യഥാർത്ഥത്തിൽ ഇതൊക്കെ അവിടെ ചെയ്യുന്നത്? ഇന്ത്യയുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞിട്ട് ഇല്ല. പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനകത്ത് നടക്കുന്ന വിഷയം ഇപ്പൊ ഏറ്റവും അവസാനം ബലൂചിസ്ഥാനാണ്. അതിനകത്ത് ലോക മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ലോക മാധ്യമങ്ങളോട് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് തരുന്നത് വരെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് ആരുടെയും കെയർ ഓഫ് ഒന്നും പറയുന്നില്ല. അവര് സ്വതന്ത്രമായിട്ട് ചെയ്യുന്നു, അതിന് അവർക്ക് കഴിയുന്നു, അതവർ സാധിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ യുദ്ധം അല്ലെങ്കിൽ ഒരു രാജ്യം യുദ്ധം ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമി യുദ്ധം ചെയ്തു വരുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ആ യുദ്ധത്തെ ചെറുക്കാൻ പാകിസ്ഥാനകത്തുള്ള ആർമിക്കും അല്ലെങ്കിൽ അവർക്കും സാധ്യമല്ലാതെ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് യുദ്ധം വഴിത്തിരിയുന്നു എന്നാണ് നമുക്കിപ്പം വരുന്ന വാർത്തകളിൽ നിന്നും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത്. അതായത് നമുക്ക് നേരത്തെ അറിയാലോ, ക്വറ്റ അവർ പിടിച്ചെടുത്തു, അവരുടെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നു. ആ ക്വറ്റയിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ കൊടികൾ മാറ്റുന്നു, അവരുടെ പാകിസ്ഥാൻ കിട്ടിയിടത്തെല്ലാം ഇവരുടെ കൊടികൾ സ്ഥാപിക്കുന്നു. ആ പാകിസ്ഥാനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ക്വറ്റയിലുള്ള പട്ടാളക്കാരെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റുന്നു. അതിനെ അതിജീവിച്ച് അവിടേക്ക് തയ്യാറെടുപ്പുകളുമായി ചെല്ലുന്ന പട്ടാളക്കാരെ നോക്കി വെച്ച് അല്ലെങ്കിൽ പട്ടാളക്കാരെ വാഹനങ്ങൾ ടാർഗറ്റ് ചെയ്ത്, അതായത് വാഹനം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ടാർഗറ്റ് ചെയ്ത് അതിനകത്തെ പട്ടാളക്കാരെ ഈ പറയുന്ന IED സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്ത് കൊല്ലുകയാണ്. അപ്പൊ കറാച്ചിയിൽ നിന്ന് ഒരു പക്ഷേ ഒരു പട്ടാള വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി എവിടോട്ട് പോകുന്നു, ഏത് മേഖലയിലോട്ട് പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള രഹസ്യാന്വേഷണ സംവിധാനം വരെ ഇപ്പം ഈ ബലൂചിസ്ഥാൻ ആർമിക്കുണ്ട്. അവർക്ക് രഹസ്യാന്വേഷണ സംവിധാനം ഒരുപക്ഷെ നേരത്തെ ഉണ്ട്, സിറാജ് എന്നാണ് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ പേര്. അപ്പൊ ആ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ നിരീക്ഷണം കൃത്യമാകുന്നു, പാകിസ്ഥാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. ഇന്നലെ തന്നെ 29ഓളം പട്ടാളക്കാർ പൊട്ടിത്തെറിച്ചു. അതുപോലെ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ പറയുന്ന പട്ടാളക്കാർക്ക് നിലനിൽപ്പില്ലാതാകുന്നു. നമ്മുടെ സിന്ധൂരിന് ശേഷം അതിർത്തിയിൽ നിന്ന് ഒരുപക്ഷെ പട്ടാളത്തെ പൂർണ്ണമായിട്ടും പിൻവലിക്കാതെ നിൽക്കുന്ന പാകിസ്ഥാൻ, അല്ലെങ്കിൽ അത് ഏത് സമയവും സിന്ധൂർ നിർത്തിയിട്ടില്ല, വീണ്ടും തുടരുമെന്ന് പറയുമ്പോൾ പറയുന്നത് പോലെ നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആക്രമിച്ചാൽ ഒരു പരിധിവരെ അതിനെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിരോധം ഇന്ത്യക്കെതിരെ വേണമെന്ന് കണ്ട് പട്ടാളക്കാരെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ഇങ്ങോട്ട് മാറ്റി അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ സിന്ധൂരിന് മുമ്പ് പോലും പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ സിന്ധൂരിന് ശേഷം പൂർണ്ണമായിട്ടും ഈ പറയുന്നത് പോലെ പട്ടാളത്തിനെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ബലൂചിസ്ഥാൻ ആർമി പോകുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വേറെ ഈ പറയുന്ന ക്വറ്റയിൽ മാത്രമല്ല, കലാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ല കലാറ്റയില് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 2 പട്ടാളക്കാർ മരിച്ചു. 2 പട്ടാളക്കാർ മരിക്കുന്നതല്ല, പട്ടാളത്തിന്റെ ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഈ താവളങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ വളരെ വലിയ വലിപ്പത്തിൽ ഇവർ തകർത്ത് കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ രഹസ്യാന്വേഷണ വിഭാഗം പാട്ടാളം എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നടത്തുന്നു, അതായത് നമ്മൾ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുമ്പോൾ അത് എവിടെ പ്രവർത്തിക്കുന്നതാണല്ലോ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഗുണം. ഒരുപക്ഷെ പട്ടാളത്തിനകത്ത് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ആൾക്കാരുണ്ടാകാം. അപ്പൊ അതേ രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ചലിക്കാൻ പറ്റാത്ത വിവിധ സ്ഥലങ്ങളിൽ പട്ടാള ക്യാമ്പുകൾ, പട്ടാളത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളിൽ ഒക്കെ പൊട്ടിത്തെറിക്കുന്നു. അവർ വിചാരിക്കുന്നിടത്ത് പൊട്ടിത്തെറിക്കുന്നു. അത് ആ പ്രദേശത്ത് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് ഈ ഓപ്പറേഷന് പേര് വിട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ബാം. ഓപ്പറേഷൻ ബാമിന്റെ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം സിറാജിനെ
ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ സംവിധാനം കൊണ്ട് പൂർണ്ണമായിട്ടും ആ മേഖല അവരുടെ പരിധിയിൽ കൊണ്ടുവരിക, സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ നയിക്കുക, അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതായത് പാകിസ്ഥാനകത്ത് ഒരു പക്ഷേ ഈ സിന്ദൂർ മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ഖൈബർ പത്തൻക മേഖലയിലും പിയോക്ക മേഖലയിലും ഒക്കെ നടക്കുന്ന സംഭവത്തെ പൂർണ്ണമായിട്ടും പട്ടാളത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആഭ്യന്തര വിഷയമായിട്ട് മാറുന്നു. അതിനായിട്ട് പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൈനികമായിട്ടും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനവുമായിട്ടും ഒരു രാജ്യത്തിന്റെ ഭാഗമായി നിന്ന് പോലും പ്രവർത്തിക്കത്തക്ക രീതിയിലേക്കുള്ള സൈനിക നീക്കവും അല്ലെങ്കിൽ കായിക ശേഷിയും ഒക്കെ പുറത്തെടുത്തുകൊണ്ട് പോകുന്ന ഒരു സൈനിക ശക്തിയായിട്ട് ബലൂചിസ്ഥാൻ ആർമി അല്ലെങ്കിൽ BLA മാറുന്നു. ആ BLAക്ക് പല രീതിയിലുള്ള ആക്രമണ കോപ്പുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ എല്ലാ നീക്കങ്ങളും തകർക്കുന്നു. ഈ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഉപയോഗപ്പെടുത്തി ആ പാകിസ്ഥാന്റെ ഈ പറയുന്ന പോസ്റ്റുകളും മറ്റ് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളും ഒക്കെ തകർക്കുന്നു. അതായത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ലോകം തയ്യാറായാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുവദിച്ചാൽ ഈ രീതിയിലേക്ക് സ്വതന്ത്രമാകാൻ തയ്യാറായി നിൽക്കുന്ന ബലൂചിസ്ഥാനെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ക്വറ്റ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ നിയന്ത്രണങ്ങളും അവരുടെ ഭാഗമാകുന്നു. ഒരുപക്ഷെ പാകിസ്ഥാനിന് പൂർണ്ണമായിട്ടും ആ ഭാഗത്തു നിന്ന് മാറി നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ, അതേ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതിനെല്ലാം പഴി ഒരുപക്ഷെ ഇന്ത്യയുടെ പുറത്ത് വെച്ച് കെട്ടിയാണ് പാകിസ്ഥാൻ പോകുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിനകത്ത് നടക്കുന്ന പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ മറ്റ് ആക്രമണങ്ങൾ ഇതിനകത്തെല്ലാം ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് പറയുന്നതിനകത്ത് പാകിസ്ഥാൻ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം ഇവിടെ കടന്ന് ആക്രമിച്ച കാര്യം ലോക നിലവാരത്തിൽ സിന്ധൂർ അല്ലെങ്കിൽ പഹൽഗാൻ ആക്രമണം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് മറുവാദമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ വാസ്തവം ഉണ്ടോ എന്ന് പറയുന്നത് 2014 ശേഷമാണ് അതുവരെ മരിച്ചു കിടന്നിരുന്ന വിമോചന പോരാളികൾ BLAയുടെ അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ ഒരു കരുത്താർജിച്ചതിന് ശേഷം ഈ BLA ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന 8ഓളം സംഘടനകൾ, ഒരേ അല്ലെങ്കിൽ ഒരേ ഉദ്ദേശത്തോടു കൂടിയുള്ള 8ഓളം സംഘടനകളുണ്ട്. അവരെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ വലിപ്പത്തിൽ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ബലൂചിസ്ഥാൻ ആർമി അല്ലെങ്കിൽ ഖൈബർ പത്തൻക മേഖലയിലെ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവിടുത്തെ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്നവർ, POKയിലെ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്നവർ, സിന്ധൂറിലെ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന ഇവരെല്ലാം പരസ്പരം ധാരണയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പാകിസ്ഥാനെതിരെ നീങ്ങുന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. അതായത് ഇപ്പം നടക്കുന്ന സംഭവം, ഇന്നലെ നടന്ന സംഭവം ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഈ IED സംവിധാനം വരെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് സിറാജ് രഹസ്യാന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ നീക്കം, കറാച്ചിയിൽ നിന്ന് പോലുള്ള നീക്കം കൃത്യമായിട്ട് അറിഞ്ഞ് പട്ടാളക്കാരെ ഇല്ലായ്മ ചെയ്തു പോകുന്നു. പ്രദേശം മൊത്തം അവരുടെ കയ്യിലാക്കി ഇരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, എന്തായാലും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നടപ്പിലാക്കുമ്പോഴും ഇന്ത്യയാണോ ബലൂചിസ്ഥാന് പിന്നിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടി ആസൂത്രണങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പിറകിലുണ്ടോ എന്നുള്ള സംശയങ്ങൾ ലോകമാധ്യമങ്ങളിൽ പോലും സജീവമാവുകയാണ്. ഇന്ത്യ അത്തരത്തിൽ പെരുമാറിയില്ലെങ്കിലും പാകിസ്ഥാൻ അകത്തുനിന്ന് തന്നെ അതായത് BLA ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ കൃത്യമായ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. അത് അവരവിടെ പ്രാക്ടിക്കൽ ആക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.